ടിക്ടോക്കിലുള്ള നിങ്ങളുടെ വളരെയധികം അതായത് പതിനായിരക്കണക്കിന് അതേപോലെ മില്യൺ കണക്കിന് ലക്ഷക്കണക്കിനുള്ള ഫോളോവേഴ്സിനെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു വീഡിയോയാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അത് ചെയ്യുന്ന പ്രോസസ്സിംഗ് വീഡിയോ ഇതിനകത്ത് ഞാൻ ഇടയ്ക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാകും. വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടിക്ടോക്ക് ഫോളോവേഴ്സിനെ എങ്ങനെ യൂട്യൂബ് വീഡിയോയിലേക്ക് അതായത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പറ്റും എന്നുള്ള വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇന്നിവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തു വയ്ക്കുക. പിന്നീട് നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പുതിയതായിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങളിത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. അവരും അതുപോലെ തന്നെ ഒരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ടിക്ടോക്ക് അക്കൗണ്ടിലൂടെ അവർക്ക് ടിക്ടോക്കിലുള്ള ഫോളോവേഴ്സിനെ മുഴുവൻ ഈ യൂട്യൂബ് ചാനലിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും ഇന്ന് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മൾക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ടിക്ടോക്കിനെ കുറിച്ചാണ്. ടിക്ടോക്കും അതുപോലെ തന്നെ യൂട്യൂബുമായിട്ട് നമുക്ക് എങ്ങനെ കോറിലേറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ ടിക്ടോക്കിലുള്ള നിങ്ങളുടെ ഫോളോവേഴ്സിനെ നമുക്ക് എങ്ങനെ യൂട്യൂബിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകും. കൂട്ടത്തിൽ ഞാൻ വീഡിയോയുടെ എൻഡ് ഭാഗമായിട്ട് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ട്യൂട്ടോറിയൽ വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണ് അത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്, അതായത് യൂട്യൂബിന്റെ ചാനൽ ഐക്കൺ നിങ്ങളുടെ ടിക്ടോക്കിന്റെ പ്രൊഫൈലിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. അതായത് ഞാൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ടിക്ടോക്ക് നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ പോലും പല രീതിയിലും പല മാർഗങ്ങളിലും ടിക്ടോക്ക് ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഈ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ ടിക്ടോക്ക് അക്കൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ആ ഒരു ടിക്ടോക്ക് ആക്സസ് ഉള്ളിടത്തോളം സമയം നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലോ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത് എങ്ങനെ നിങ്ങളുടെ അവിടെ ടിക്ടോക്കിൽ നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടേഴ്സിനും അതുപോലെ തന്നെ ഫോളോവേഴ്സിനെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. അപ്പം അതിനായിട്ട് ആക്റ്റീവായിട്ടുള്ള ഒരു ചാനൽ ഐക്കണാണ്, അതായത് യൂട്യൂബിൻ്റെ ചാനൽ ഐക്കൺ നിങ്ങൾക്ക് അറിയാമല്ലോ. യൂട്യൂബിൻ്റെ ആ ഒരു ട്രയാങ്കിൾ റെഡ് കളറിലുള്ള ഒരു ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബട്ടൺ ആയിരിക്കും നിങ്ങളുടെ ടിക്ടോക്കിൻ്റെ പ്രൊഫൈലിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറിന്റെ തൊട്ട് താഴെയായിട്ടുള്ള ആ ഭാഗത്ത് സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറയാൻ പറ്റില്ല, കാരണം ടിക്ടോക്കിൽ നമ്മൾ ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് ആകുന്നില്ല. അതായത് നിങ്ങൾ ഈ ചാനൽ ബട്ടൺ അവിടെ പ്രൊഫൈലിൽ നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു അവയർനെസ് നിങ്ങളുടെ ഫോളോവേഴ്സുമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ടിക്ടോക്ക് അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഏത് വിധേനെങ്കിലും ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൊഫൈൽ എടുക്കുക. എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പേജിന്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, അങ്ങനെ അതെല്ലാം ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ആ ലാസ്റ്റ് നിങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ടിന്റെ പാസ്വേഡും അതുപോലെ ഇമെയിൽ ഐ ഡിയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഐക്കൺ ഈ ടിക്ടോക്ക് അക്കൗണ്ടിന്റെ പ്രൊഫൈൽ പിക്ചറിന്റെ തൊട്ട് താഴെയായിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പലരും ആക്റ്റീവാണ്. എന്നാൽ പോലും നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ വേഗം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡും യൂസർ ഐ ഡിയും വന്നിട്ട് ടിക്ടോക്കിൻ്റെ പേജിൽ തന്നെ നിങ്ങളുടെ ചാനൽ ഐക്കൺ, അതായത് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ തൊട്ട് താഴെ നിങ്ങളുടെ ചാനലിൻ്റെ ആ ഒരു ഐക്കൺ വരുന്നത് രീതിയിൽ, യൂട്യൂബ് ഐക്കൺ അവിടെ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ രീതിയിലേക്ക് എങ്ങനെയാണ് നമുക്ക് സെറ്റിങ്സിൽ ടിക്ടോക്കിൽ നമ്മുടെ ചാനൽ ആഡ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ ഒരു വീഡിയോ ആയിട്ട് ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഇമ്പോർട്ടൻ്റ് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് മറക്കരുത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുവാനായിട്ട് മറക്കരുത്. ടിക്ടോക്കിൻ്റെ പ്രൊഫൈൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ നമ്മുടെ പ്രൊഫൈൽ എഡിറ്റ് ഓപ്ഷൻ കൊടുക്കുക. എഡിറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴെ നമുക്ക് യൂട്യൂബ് ആഡ്, യൂട്യൂബ് ലിങ്ക് അല്ലെങ്കിൽ അങ്ങനെ കാണിക്കാം. അപ്പോഴത്തേക്കും നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടുകളുടെ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുകളുടെ ലിസ്റ്റ് വരും. അപ്പോൾ നമ്മൾ ചാനൽ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ യൂസർ ഐ ഡി, പാസ്വേഡ്, ഇമെയിൽ അഡ്രസ്സ് ഒക്കെ അവിടെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ഇതിനകത്ത് അക്സെപ്റ്റ് എന്നുള്ളതുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ തന്നെ ആ യൂട്യൂബിൻ്റെ ചാനൽ ഐക്കൺ അവിടെ വന്നു കഴിയും. അതുപോലെ തന്നെ തൊട്ട് മുകളിൽ ആ ഏറ്റവും താഴത്തെ തൊട്ട് മുകളിൽ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് കാണുന്നത് ഇൻസ്റ്റഗ്രാം ആണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ ഡീറ്റെയിൽസ്, അതായത് യൂസർ ഐ ഡി, പാസ്വേഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐക്കണും അവിടെ തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ്.
അപ്പോൾ നമ്മൾ പ്രൊഫൈലിലോട്ട് പോവുക. പ്രൊഫൈൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും യൂട്യൂബിൻ്റെ ആ ഒരു ചാനൽ ബട്ടൺ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് തന്നെ നമ്മുടെ ചാനലിലേക്കാണ് നമ്മുടെ ടിക്ടോക്ക് ഫോളോവേഴ്സ് വരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അതിനു മുമ്പായിട്ടൊരു കാര്യം ഞാൻ പ്രത്യേകം പറയുകയാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു വയ്ക്കുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം ബില്യൺസ് കണക്കിന് ആളുകൾ തന്നെ ടിക്ടോക്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നവരും ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ആ ടിക്ടോക്ക് അക്കൗണ്ടുകളും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ടിക്ടോക്ക് അക്കൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഒരു ഫോൺ മാറുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു അപ്ഡേഷൻ കൊടുക്കുമ്പോഴത്തേക്കും തന്നെ അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ആക്സസ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ആ ഒരു ടിക്ടോക്കിലെ ഫോളോവേഴ്സിനെ റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചാനൽ ബട്ടണാണ്. ആ ബട്ടണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്കാണ് ആ ഒരു ടിക്ടോക്ക് ഫോളോവർ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്ത് കൂട്ടുവാനായിട്ടും അതുപോലെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനെയൊക്കെ കൂട്ടുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ടിക്ടോക്ക് അക്കൗണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റു നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ടിക്ടോക്ക് അക്കൗണ്ടിൽ നിങ്ങളുടെ ചാനൽ ഐക്കൺ ആഡ് ചെയ്യുവാനും ഈ ഒരു രീതിയിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വീണ്ടും കാണാം. ഗുഡ് ലക്ക്, സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ്.